ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിന്ധ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മഞ്ഞൾ അല്ലെങ്കിൽ ഹരിദ്രയുടെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പലതരം ആയുർവേദ മരുന്നുകളിൽ പ്രധാന ചേരുവയായിട്ട് ചേർക്കുന്ന മഞ്ഞൾ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം വളരെ ശാശ്വത പരിഹാരം തരുന്ന ഒരു ഔഷധമാണ്. അലർജി സംബന്ധമായിട്ട് വരുന്ന മൂക്കൊലിപ്പ്, അതുപോലെ തന്നെ തുമ്മൽ, മൂക്കടപ്പ്, അതുപോലെ തന്നെ ടോൺസിലൈറ്റിസ്, അതുപോലെ തന്നെ ഒച്ചയടപ്പ്, ഇതിനെല്ലാം നമുക്ക് മെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മഞ്ഞൾപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു മെഡിക്കേറ്റഡ് ഔഷധ തിരി നമ്മൾ കത്തിച്ചുപയോഗിക്കുന്നത്, അതിൻ്റെ പുക ഉള്ളിലേക്ക് ശ്വസിക്കുന്നത് നമുക്ക് ഇതുപോലെയുള്ള കണ്ടീഷൻസിൽ നിന്ന് റിലീഫ് കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള ലേപനങ്ങൾ, ഇതുപോലെ മുഖക്കുരു, അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ, ഇതെല്ലാം മാറിക്കിട്ടാനും ചുളിവുകൾ, മുഖത്തുള്ള ചുളിവുകളെല്ലാം മാറിക്കിട്ടാനും ഒക്കെ സഹായകരമായിട്ടുള്ളൊരു ലേപനത്തെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള ഒരു ഓയിൻമെൻറ്റ് നമ്മുടെ ചെറു പ്രാണികളൊക്കെ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചുവന്ന പാട്, ചൊറിച്ചിൽ, നീറ്റൽ, ഇതിനെല്ലാം ശാശ്വത പരിഹാരം തരുന്ന ഒരു ഓയിൻമെൻറ്റിനെ കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം നമുക്ക് മെഡിക്കേറ്റഡ് വിക്ക് അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ഔഷധ തിരീനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഇത് നമ്മൾ ആദ്യം തന്നെ ഇതിന് വേണ്ടത് നമുക്കൊരു കോട്ടൺ ആയിട്ടുള്ള ക്ലോത്താണ്, അല്ലെങ്കിൽ ഗോസ് കണക്കത്തെ ഒരു തുണിയാണ് ആദ്യം വേണ്ടത്. അത് 16 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒരു തുണി എടുക്കുക. അത് നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്തതിന് ശേഷം അത് ഉണക്കിയെടുത്തിട്ട് ആ തുണി ഉണക്കിയെടുത്തതിന് ശേഷം അതിനകത്ത് 12 ഗ്രാം ഇതുപോലെ മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു ചെറു ചൂടുവെള്ളത്തിൽ ചാലിച്ച് ഒരു കുഴമ്പാക്കിയതിന് ശേഷം ഇത് ഈ തുണിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അതിനുശേഷം ഇതൊരു ഒരു കമ്പിൽ ഈ തുണി ചുറ്റേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ഒരു 24 സെൻറ്റിമീറ്റർ എങ്കിലും നീളമുള്ള ഒരു കമ്പെടുത്തതിന് ശേഷം ഈ തുണി അതിനകത്ത് ചുറ്റി എടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് ഈ കമ്പ് ഇതിനകത്ത് നിന്ന് ഉരിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കൊരു തിരി പോലെ കിട്ടുന്നതായിരിക്കും. അത് നമ്മൾ ഉണക്കിയെടുക്കുക. വെയിലത്ത് വെച്ച് ഉണക്കരുത്, ഷെയ്ഡിൽ വെച്ച് അല്ലെങ്കിൽ തണലത്ത് വെച്ച് ഇത് ഉണക്കിയെടുക്കുക. അത് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കത്തിച്ചുപയോഗിക്കാവുന്നതാണ്. ഇത് അല്പം നെയ്യും കൂടെ പുരട്ടിയതിന് ശേഷം ഇത് കത്തിച്ചുപയോഗിക്കുന്നത് നമ്മുടെ ഇതുപോലുള്ള അലർജിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരം തരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പുക മൂക്ക് വഴി ഉള്ളിലേക്ക് എടുക്കുകയും അതുപോലെ വായിൽ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി, ജലദോഷം, ഇതെല്ലാം വിട്ടുമാറാനും, അതുപോലെ തന്നെ ടോൺസിലൈറ്റിസ്, ഒച്ചയടപ്പ്, ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ എപ്പോഴും സംസാരിക്കുന്ന മൂലം ക്ലാസ് എടുക്കുന്നതൊക്കെ മൂലം ഒച്ചടപ്പൊക്കെ ഉണ്ടാകുന്ന ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിലും ഇത് വളരെ ഫലപ്രദമാണ്. ഇതുപോലെ ഇടയ്ക്ക് ഒരു ആഴ്ചയിൽ 1-2 ദിവസം ഇതുപോലെ തിരി പ്രിപ്പയർ ചെയ്ത് മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള തിരി പ്രിപ്പയർ ചെയ്ത് ഇതിൻ്റെ പുക ഉള്ളിലേക്ക് എടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള ഒരു ലേപനത്തെക്കുറിച്ച് ഇനി പരിചയപ്പെടാം. അത് നമുക്ക് മുഖക്കുരുവിന് വളരെ പരിഹാരം കിട്ടുന്ന ഒരു ലേപനമാണ്. ഇത് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഇത് തേനിൽ ചാലിച്ചാണ് ഈ ലേപനം നമ്മൾ ഇടുന്നത്. ഇതിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇരട്ടി മധുരത്തിൻ്റെ പൊടി, ത്രിഫല പൊടി, ഇതെല്ലാം ഒരേ അളവിൽ 5 ഗ്രാം വീതം ഓരോ പൊടികളും എടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, ത്രിഫല പൊടി, ഇരട്ടി മധുരം പൊടി, ഇതെല്ലാം 5 ഗ്രാം വീതം എടുത്തതിന് ശേഷം തേനിൽ മിക്സ് ചെയ്ത് മുഖത്ത് ഒരു ലേപനം പോലെ പുരട്ടുന്നത്, ഒരു ക്രീം പോലെ പുരട്ടുന്നത് വളരെ ഫലപ്രദമാണ്. ഇതുപോലെയുള്ള മുഖക്കുരു മാറിക്കിട്ടാനും, നല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കാനും, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും, ഡ്രൈ സ്കിന്നെല്ലാം മാറിക്കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് ഇതുപോലുള്ള നമ്മുടെ ക്രീമുകൾ ആപ്ലിക്കേഷൻ, അതായത് മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള ഇതുപോലത്തുള്ള ലേപനങ്ങളുടെ ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഓയിൻമെൻറ്റിൻ്റെ പ്രിപ്പറേഷനും കൂടെ നമുക്ക് നോക്കാം. അതിൽ നമ്മൾ ഇതുപോലെ ബീസ് വാക്സ് കൊണ്ടുള്ള ഒരു ഓയിൻമെൻറ്റാണ് ഇത്. നമ്മൾ പൊന്മെഴുക്, ഇത് കണക്ക് 1 ഗ്രാം പൊന്മെഴുകിന് 5 ml കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്ത്
വെളിച്ചെണ്ണ മിക്സ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് തുളസി നീരും കൂടെ ഒഴിക്കുന്നത് നല്ലതാണ്. ഇത് തണുക്കാൻ അനുവദിക്കുക. ചൂടാക്കിയതിന് ശേഷം ഇത് തണുക്കാൻ അനുവദിക്കുക. അതൊരു ഓയിൻമെൻറ്റ് വെണ്ണ പോലത്തെ മഞ്ഞ കളറിലുള്ള ഒരു ഓയിൻമെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് ചെറു പ്രാണികളൊക്കെ കടിക്കുമ്പോഴുണ്ടാകുന്ന ചുവന്ന പാടുകൾ, അതുപോലെ തന്നെ കൊതുക് കടിക്കുമ്പോഴുള്ള പാടുകൾ, ഇതൊക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഇതുപോലത്തുള്ള ഓയിൻമെൻറ്റ്സ്. അതുപോലെ തന്നെ അതിൻ്റെ നീറ്റൽ, അതുപോലെ തന്നെ മറ്റ് ചൊറിച്ചിൽ, ഇതെല്ലാം മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഇതുപോലെയുള്ള മഞ്ഞൾപ്പൊടിയുടെ ഉപയോഗങ്ങൾ. അത്